മലാല യൂസഫ്സായി ജനിച്ചതെന്ന്? 1997 ജൂലൈ 12. മലാലയുടെ ജന്മദേശം എവിടെ? മിങ്കോറ, പാകിസ്ഥാനിലെ സ്വാത് ജില്ലയിൽ. മലാലയുടെ പിതാവിൻ്റെ പേരെന്ത്? സിയാവുദ്ദീൻ യൂസഫ്സായി. മലാലയുടെ ജീവചരിത്രകൃതിയുടെ പേര്? ഞാൻ മലാല. മലാലയുടെ ഞാൻ മലാല എന്ന ജീവചരിത്രകൃതിയുടെ രചനയിൽ മലാലയെ സഹായിച്ച ബ്രിട്ടീഷ് പത്രപ്രവർത്തക ആരാണ്? ക്രിസ്റ്റീന ലാംബ്. മലാല യൂസഫ്സായിയുടെ മറ്റൊരു പേരെന്ത്? ഗുൽമക്കായ്. മലാലയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏത്? 2014. മലാലയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വിഷയത്തിലാണ്? സമാധാനം. മലാല നോബൽ സമ്മാനം പങ്കിട്ടത് ആരോടൊപ്പമാണ്? കൈലാഷ് സത്യാർത്ഥി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ നോബൽ സമ്മാനം നേടിയ വ്യക്തി ആര്? മലാല യൂസഫ്സായി. ഏത് ഗ്രൂപ്പ് ആണ് മലാലയുടെ പാകിസ്ഥാനിലെ താമസസ്ഥലം നിയന്ത്രിച്ചിരുന്നത്? താലിബാൻ ഗ്രൂപ്പ്. ഒരു കുട്ടി, ഒരു പേന, ഒരു അധ്യാപകൻ, ഒരു പുസ്തകം എന്നിവ കൊണ്ട് ലോകം മാറ്റിമറിക്കാം എന്ന് പറഞ്ഞതാര്? മലാല ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തിൽ. മലാലയ്ക്ക് വെടിയേറ്റ ദിവസം ലോസ് ആഞ്ചലസിൽ നടന്ന സംഗീത പരിപാടിയിൽ പാടിയ ഹ്യൂമൻ നേച്ചർ എന്ന പാട്ട് മലാലയ്ക്ക് സമർപ്പിച്ചത് ആരാണ്? മഡോണ, പോപ്പ് ഗായിക. ഏതു മേഖലയിലാണ് മലാല ആദ്യം പ്രസിദ്ധയായത്? BBC-ക്ക് വേണ്ടി ബ്ലോഗുകൾ എഴുതിയപ്പോൾ. BBC-ക്ക് വേണ്ടി മലാല ബ്ലോഗിൽ എഴുതിയത് ഏത് പേരിൽ? ഗുൽമക്കായ്. അന്താരാഷ്ട്ര മലാല ദിനം ആചരിച്ചത് എന്ന്? 2012 നവംബർ 10. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനം അനുസരിച്ചാണ് അന്താരാഷ്ട്ര മലാല ദിനം ആചരിച്ചത്. UN ഏത് വർഷം മുതലാണ് മലാല ദിനം ആചരിച്ചു തുടങ്ങിയത്? 2013 മുതൽ. മലാല ദിനം എന്നാണ്? ജൂലൈ 12. മലാലയുടെ ബ്ലോഗിൻ്റെ പേരെന്താണ്? ഗുൽമക്കായ്. 2015 ലോകത്തിലെ എല്ലാ പെൺകുട്ടികളെയും വിദ്യാലയത്തിൽ എത്തിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രചരണ പരിപാടിയുടെ മുദ്രാവാക്യം എന്താണ്? ഞാനും മലാല. മലാലയെ ആൻ ഫ്രാങ്കുമായി താരതമ്യപ്പെടുത്തി ലേഖനമെഴുതിയ പത്രം ഏത്? വാഷിംഗ്ടൺ പോസ്റ്റ്. ഏത് സംഘടനയുടെ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെയാണ് മലാല ശബ്ദമുയർത്തിയത്? താലിബാൻ. മലാലയുടെ ഡയറിക്കുറിപ്പുകൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കൃതിയുടെ പേരെന്ത്? മലാല യൂസഫ്സായി, ഒരു പാകിസ്ഥാൻ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ജീവിതക്കുറിപ്പുകൾ.
പാകിസ്ഥാനിലെ ദേശീയ ശാന്തി സമാധാന സമ്മാനം മലാലയ്ക്ക് ലഭിച്ച വർഷം ഏത്? 2011. പാകിസ്ഥാൻ്റെ ആദ്യത്തെ ദേശീയ സമാധാന പുരസ്കാരം നേടിയതാര്? മലാല യൂസഫ്സായി. കുട്ടികൾക്കുള്ള അന്താരാഷ്ട്ര ശാന്തി സമ്മാനം മലാലയ്ക്ക് ലഭിച്ച വർഷം ഏത്? 2011. മലാലയ്ക്ക് പിതാവ് ആ പേരിടാനുള്ള കാരണം എന്താണ്? പഷ്തൂൺ കവിയും പോരാളിയുമായ മലാലായി ഓഫ് മായ്വന്തിനോടുള്ള ഇഷ്ടം കാരണമാണ് മലാലയ്ക്ക് പിതാവ് ആ പേരിട്ടത്. തലക്ക് വെടിയുണ്ട ഏറ്റ മലാല ചികിത്സ തേടിയത് എവിടെ? ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം ക്വീൻ എലിസബത്ത് ഹോസ്പിറ്റലിൽ 2012 ഒക്ടോബർ 9. മലാല ഏത് വയസ്സിലായിരുന്നു വിദ്യാഭ്യാസം ആവശ്യപ്പെട്ട് പരസ്യമായി സംസാരിച്ചത്? 11-ാം വയസ്സിൽ. മലാല സ്ഥാപിച്ച ഫൗണ്ടേഷൻ ഏതാണ്? മലാല ഫണ്ട്.